ഹേ ഗൈസ്, നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഒരു സൺഡേ വ്ളോഗായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആലോചിച്ചു. അങ്ങനെ നമ്മുടെ ചെക്കൻ പുറത്ത് കിടപ്പുണ്ട്. ആകെ പൊടി പിടിച്ച് അഴുക്കായിട്ടൊരു കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവനെ ഒന്ന് വാഷ് ചെയ്തൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം നമുക്ക്. കാരണം വാഷിങ്ങിന് കൊടുക്കാമെന്ന് വെച്ചത്, പക്ഷേ സൺഡേ വണ്ടി കഴുകുന്ന അതൊരു വൈബ് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ആ പരിപാടി നടക്കട്ടെ. അത് പിന്നെ നമ്മുടെ ബമ്പർ നമുക്ക് എന്തായാലും മാറ്റണം. ഇനിയിപ്പം മാറ്റുമ്പോൾ ഈ ബമ്പർ വെച്ച് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് ബോക്സ് ആക്കണം പുതിയ ബമ്പർ. ഇവൻ്റെ പുറയിൽ വേറെ 2 ആൾക്കാരോടെയുണ്ട് വാഷിങ്ങിന് വെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. കുറേ നാളെ അതൊന്ന് എടുത്തിട്ട് അപ്പോൾ അതും ഇന്നൊന്ന് പൊടി തട്ടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവരെ 2 പേരെയും കൂടി ഇന്ന് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇവനെ എടുത്ത് പുറത്തോട്ടൊന്ന് ഇടണം. രാവിലെ ഇതിലോട്ട് വന്ന് കയറുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. പിന്നീട് ആ ഓണാക്കുമ്പോൾ ആ ഉള്ള ഒരു സൗണ്ട്, അത് വേറെ ഫീല് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ താർ ഓൾമോസ്റ്റ് 64,000+ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവനെ എടുത്ത് മുമ്പിലോട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വണ്ടി കഴുകാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവനെ എന്തായാലും ഇറക്കി നമുക്ക് പുറത്തോട്ടിടാം. നോർമലി വണ്ടി കഴുകുന്ന ദിവസം എല്ലാ വണ്ടികളും വെച്ചിട്ടാണ് നമ്മൾ വണ്ടി കഴുകുന്നത്. ഫ്രണ്ട്സും എല്ലാവരും വരും. പക്ഷേ ഇന്ന് നമ്മൾ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി വണ്ടി സർവീസിന് കൊടുക്കാനുള്ള പ്ലാൻ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അതുകൂടെ ചെയ്ത് തീർത്തേക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തെ മാത്രം എക്സ്റ്റീരിയർ വാഷ് ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ ഈ 2 മുതലുകളും കൂടെ നമുക്കെടുത്ത് ഫ്രണ്ടിലോട്ടൊന്ന് വെക്കാം, എന്നിട്ട് വേണം വാഷ് ചെയ്യാൻ. അപ്പോൾ ഇനി ഇതൊന്ന് പൊടി തട്ടിയെടുക്കണം, നമുക്ക് സൈക്ലിംഗ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ നമ്മളെല്ലാം കഴുകാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ചില ചെടികൾ റീപ്ലാന്റോടെ ചെയ്യണം. അപ്പോൾ അതുകൂടെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് ചേട്ടൻ്റെ വക. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി ഒന്ന് കഴുകാം. ജസ്റ്റ് ആകെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കഴുകി ഇതിനകത്ത് മാക്സിമം ഡസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ട് മാത്രമേ ഞാൻ കോൺടാക്റ്റ് വാഷ് ചെയ്യാറുള്ളൂ. കാരണം അല്ലെങ്കിൽ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് അറിയാനും പറ്റും. ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും പോളിഷനും കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാഷിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇനി വാഷിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അങ്ങനെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ താർ സെറ്റായിട്ട് കിടക്കുന്നു. ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല, മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ വീലും അലോയ്സും ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ടുണ്ട്. സൺഡേ രാവിലെ ഈ വണ്ടി കഴുകുന്നത് അതൊരു ഫീല് തന്നെയാണ്. ശരിക്കും ഒരിക്കലും എനിക്ക് മടുക്കാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് ഈ വണ്ടി കഴുകുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ഇവരെ 2 പേരെയും കഴുകാൻ വേണം. ഈ കാർ പോർച്ചും എല്ലാം ഒന്ന് ക്ലീൻ ആക്കുക വേണം. അങ്ങനെ നമ്മൾ അവരെയും കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കൊന്ന് ഓയിലൊക്കെ സെറ്റ് ചെയ്തിടണം. ഇനി നമുക്ക് ഇവനെ എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിലെ കാർ പോർച്ചിലോട്ടൊന്ന് ഇടാം. കാരണം ഇനി ഇവിടെ കയറേണ്ട, ഇവിടെ നിന്ന് ഉണങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കഴിയാൻ വലിയ കാര്യമൊന്നുമില്ല. ഇന്ന് തന്നെ അഴുക്കാവാനുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ കഴിയുമെന്ന് മാത്രം. ഇങ്ങനെ വാഷ് ചെയ്ത് പോർച്ച് ഇവനിങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഫീല് അത് വേറെ ലെവൽ തന്നെയാണ്. അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വൈകിട്ട് സമയം ഒരു 5-5:30 ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ചായ കുടിക്കാൻ പോകാം. ഇവനെ എടുത്തുകൊണ്ട് നമുക്ക് പോകാം. നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരുപാട് അടിപൊളി ലൊക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഈവനിങ് ഒക്കെ ഇറങ്ങാനും സൈക്ലിങ്ങിനാണെങ്കിലും എന്തിനാണെങ്കിലും നല്ല അടിപൊളി വൈബുള്ളതാണ്. ഇത് നമ്മൾ അടുത്ത് തന്നെയാണ് OG's തറവാട് എന്ന് പറഞ്ഞ ഈ റിസോർട്ട്. ഇത് നമുക്ക് ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും. എറണാകുളം ആണെങ്കിലും അതിൻ്റേതായ തിരക്കിൻ്റെയോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഇതൊക്കെ ചെറിയ ചെറിയ ഹിഡൻ സ്പോട്ടുകളാണ്. അത്യാവശ്യം നല്ല വൈബാണ് ഇവിടെയൊക്കെ ഇരിക്കാൻ. ആ ബാക്കിൽ കാണുന്ന ഒക്കെ കായൽ തന്നെയാണ്. ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ടീ സ്പോട്ട് വരുന്നത്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കഫേ ഉട്ടോപ്പിയ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കഫേ തന്നെയാണ്. ഫുഡാണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും അത്യാവശ്യം തെറ്റ് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നൈസ് ആംബിയൻസ് തന്നെയാണ് അവിടെ കിട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എൻഡിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വ്യൂ വരുന്നത്. ഇവിടെ ഈ പ്രൈവറ്റ് ഹൗസിനെ നോക്കിക്കോണം. കാരണം നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മുടെ സൈഡ് ഓടിച്ചോണ്ട് അമ്മാതിരി പോക്കാണ് അവർ പോകുന്നത്. ഇവരെ മാത്രം കുറ്റം പറയാനും പറ്റില്ല, കാരണം റോഡിന് തീരെ വീതിയില്ല. നമുക്കത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്, എൻഡ്. അത്യാവശ്യം അടിപൊളി ആംബിയൻസ്, അടിപൊളി വൈബുമാണ്. ഈവനിങ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. പ്രായമുള്ളവരാണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്നൊരു പ്ലേസ് ആണിത്. ഇതൊരു എറണാകുളം ജില്ലയുടെ ഒരു ബോർഡർ കൂടിയാണ്. അങ്ങനെ നമ്മൾ താർ അവിടെ ഒതുക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കെടുത്ത് മരം, കാരണം ബസ് വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഇങ്ങോട്ട് നീക്കിയിടണം. ഇതാണ് നമ്മുടെ സദേൺ നൈറ്റ്സ് പനങ്ങാട് അറ്റത്തുള്ള. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത്. ഈ ഒരു വ്യൂ അടിപൊളി തന്നെയല്ലേ. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്നൊരു 5 മിനിറ്റ് ഇരുന്നാൽ കിട്ടുന്ന ആ റിലാക്സേഷൻ അത് ഭയങ്കര വലുത് തന്നെയാണ്. വേമ്പനാട് കായലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വീതിയിലുള്ള കായലാണ്. ഇവിടുന്ന് വരെ അങ്ങനെ കുളിക്കാനോ ഒന്നും നിൽക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ആഴമുള്ളൊരു കായലാണ് വേമ്പനാട് കായൽ. അതാണ് നമ്മുടെ അരൂര് പാലം വരുന്നത്. അതിനപ്പുറം സൈഡിലോട്ട് ഫുൾ ആലപ്പുഴ ജില്ലയാണ്. ഇതാണ് നമ്മുടെ സദേൺ നൈറ്റ്സിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മഴ വരുമ്പോൾ പേടിക്കണം. പക്ഷേ എന്നാലും നല്ല ആംബിയൻസ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അങ്ങനെ ബസ് വന്നുകൊണ്ട് നമ്മൾ താറെടുത്ത് മാറ്റാൻ പോയത്. കാരണം അവിടെ ബസ് തിരിയത്തില്ല, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ താറെടുത്ത് സൗകര്യമായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ചായ കുടിക്കാം. നമ്മൾ ആ എഡ്ജിൽ പോയിരുന്നാണ് ചായ കുടിക്കുന്നത്.
ഈ എൻ്റെ ഇരുന്നൊരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ മൂഡ് തന്നെയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരമൊക്കെ ചില്ല് ചെയ്ത് ഈ ഒരു ഈവനിങ് ലൈറ്റൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. സോ താങ്ക് യു ഗൈസ്.